ഞാനിപ്പോൾ ഒരു 2 വീഡിയോകൾ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ആ വീഡിയോ ഏതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇതാണ്. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഞാൻ പറയുന്നത് ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മാനെ കൊണ്ട് വീട് കുടിയിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് കുറ്റിയെടുപ്പിക്കുക, ഇത് പുതിയൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. സത്യത്തിൽ ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. നമ്മുടെ ഭാര്യ ഉമ്മയാണ്, പക്ഷെ നമ്മൾ ഭാര്യയെ ഏതെങ്കിലും ഒരു ഷോപ്പ് കൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും, നീ ചെയ്യുന്ന പറഞ്ഞിട്ട്. ഇതേ ഭാര്യ മക്കളുടെ ഉമ്മയാണ്. മക്കൾക്ക് ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം, മക്കളുടെ ഭാര്യ റെസ്പെക്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് വീട് കൂടിയിരിക്കുന്നത് ഉമ്മ അവിടെ നിന്ന് എവിടെ ഇല്ല. ഉമ്മ ഉദ്ഘാടനം ചെയ്യുന്നത് വർക്കത്തുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഉമ്മ കുറ്റിയടിച്ചുകൊണ്ട് ആ വീട്ടിൽ വർക്കത്തുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അസ്സലാമലൈക്കും. രാവിലെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ ഇന്ന് ഞങ്ങളുടെ 2 ഓഫീസിന്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട ഉമ്മയുടെ കാര്യങ്ങളാൽ നിർവഹിക്കപ്പെട്ടു. 2ാമത്തെ ഓഫീസിൽ ഉദ്ഘാടനം കഴിഞ്ഞ ഞങ്ങൾ ഓഫീസിലാണ് ഉള്ളത്. ഇപ്പൊ അൽഹംദുലില്ലാ ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള സംരംഭങ്ങളൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഉമ്മയുടെ എത്രാമത്തെ ഉദ്ഘാടനമാണ് നോക്കുന്നത്? 12ാമത്തതോ 13ാമത്തതോ ഉമ്മയ്ക്ക് ഓർമ്മയില്ല. ഏതായാലും എല്ലാ സംരംഭങ്ങളിലും പേരും വർക്കത്തൊക്കെ ഉണ്ടാവട്ടെ. ഉമ്മയുടെ പ്രത്യേകം ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പിന്തുണയാണ്. 2 വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഒന്ന്, ഉമ്മയെ കൊണ്ട് മക്കള് അവരുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ. 2, ഇങ്ങനെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതിനെതിരെ പ്രസംഗിക്കുന്ന ഉസ്താദിന്റെ ഒരു വീഡിയോ. ഞാൻ ആ ഉസ്താദിനെ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. അത് ഉസ്താദ് പറയുന്നത് ഉമ്മാക്ക് എന്താണ് ഇത്തരം കാര്യങ്ങൾ പ്രാധാന്യം എന്നത്. ആ ഉസ്താദിന്റെ വാദഗതിയെ ഒരു പണ്ഡിതനും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഉമ്മയുടെ സ്ഥാനം എന്നത് അത് ഏറ്റവും വില മതിക്കാനാവാത്ത സ്ഥാനമാണ്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരെ കാട്ടിയും ഏറ്റവും വലിയൊരു സ്ഥാനം ഉമ്മയ്ക്കും ഉപ്പാക്കുമാണ്. അപ്പോൾ ഒരു മക്കളുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം നിർവഹിപ്പിക്കേണ്ടത് അവരുടെ മാതാപിതാക്കൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഉമ്മയെ കൊണ്ട് ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോൾ അതിനൊരു ആത്മാർത്ഥത കാണിക്കും, ആ സ്ഥാപനത്തിന് ബർക്കത്ത് കാണിക്കും. കാരണം ആത്മാർത്ഥതയോടുള്ള ആ ഉദ്ഘാടനമായിരിക്കും. മക്കളുടെ സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനത്തിന് ഉയർച്ച ഉണ്ടാകണമെന്നുള്ള ആത്മാർത്ഥമായ ഒരു ചിന്ത ഒരു ഉമ്മാക്ക് മാത്രമേ ഉണ്ടാവും. അപ്പൊ ഏറ്റവും യോഗ്യത മക്കളുടെ ഏതൊരു കാര്യം തുടക്കത്തിന് ഏറ്റവും യോഗ്യത ഉമ്മ തന്നെയാണ്. അത് ഉപ്പയായാലും ഉമ്മയായാലും അവർ 2 പേർ കഴിഞ്ഞ ശേഷമേ മറ്റുള്ളവർ ഉള്ളൂ. അല്ലാതെ ഉസ്താദ് പറഞ്ഞ കാര്യത്തിനോട് ഒരു നിലക്കും യോജിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം അടിവരയിട്ട് പറയുകയാണ്. ഇതിന് എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു വാക്കുണ്ടാകാൻ പാടില്ല. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രാസംഗികൻ കൂടിയാണ്, ഒരു ഉദവിയാണ്. ഇദ്ദേഹത്തിന്റെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു പരാമർശമായിട്ടുള്ളൊരു വാക്ക് വന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഏതായാലും ആ ഉസ്താദ് ഈ വാക്കിനെ പിൻവലിച്ചുകൊണ്ട് അബദ്ധം പറ്റിയത് തിരുത്തിക്കൊണ്ട് ഉമ്മയുടെ പ്രസക്തിയെ കുറിച്ചിട്ട്, ഉമ്മയുടെ മഹത്വത്തെ കുറിച്ചിട്ട്, ഉമ്മയുടെ മഹിമയെ കുറിച്ചിട്ട് ലോകത്തിനോട് പറയണമെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.